മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ CPM സമ്മേളനങ്ങളിൽ ചർച്ചയാക്കണമെന്ന ആഹ്വാനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട റെഡ് ആർമിയെ അപ്പാടെ തള്ളി CPM നേതാവ് പി ജയരാജൻ. റെഡ് ആർമിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും അവർ തന്റെ പേരുമായി ബന്ധപ്പെടാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നുമാണ് പി ജയരാജൻ പറയുന്നത്. പി ശശിക്കെതിരെ അൻവർ അക്കമിട്ട് നിരത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റവും ആർജവമുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന രീതിയിലായിരുന്നു റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇക്കാലം അത്രയും മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ശ്രമിച്ചയാളാണ് പി ശശിയെന്നും റെഡ് ആർമി വിമർശിച്ചിരുന്നു. പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായാണ് തനിക്ക് ബന്ധമെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം വ്യാജ പ്രചരണങ്ങളാണെന്നുമാണ് ജയരാജന്റെ വാദം. പോലീസുമായി ബന്ധപ്പെട്ട നിലവിലെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു. എന്നാൽ CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്നവരുടെ കൂട്ടായ്മയായാണ് റെഡ് ആർമി ഇന്നലെ വരെ അറിയപ്പെട്ടിരുന്നത്. സർക്കാരിനെയും പാർട്ടിയെയും ജനങ്ങൾക്ക് മുൻപിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്ത വർഗവഞ്ചകരെ ഒരു കാരണവശാലും സ്ഥാനത്ത് തുടരാനും പാർട്ടിയിൽ വെച്ചുപൊറുപ്പിക്കാനും പാടില്ലെന്ന് ജയരാജന്റെ പേര് മുൻനിർത്തി ആഹ്വാനം ചെയ്ത റെഡ് ആർമിയെ ജയരാജൻ തന്നെ ഇപ്പോൾ പാടെ തള്ളി. നേരത്തെ പി ജയരാജന്റെ അനുയായികൾ ഉണ്ടാക്കിയ PJ ആർമി എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയാണ് പേരുമാറ്റി റെഡ് ആർമിയായത്. വ്യക്തിപൂജ വിവാദത്തിൽ ജയരാജൻ പാർട്ടി നടപടി നേരിട്ടപ്പോഴായിരുന്നു ഈ പേരുമാറ്റം സംഭവിച്ചത്. എന്നാൽ ഈ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായി യാതൊരു രീതിയിലുമുള്ള ബന്ധവുമില്ലെന്ന് ജയരാജൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജയരാജനെ മുൻനിർത്തി റെഡ് ആർമി പറഞ്ഞുകൂട്ടിയതിനൊക്കെ അവർ തന്നെ മറുപടി പറയേണ്ടി വരും.